നമസ്കാരം. രാജ്യ തലസ്ഥാനം BJP പിടിച്ചെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു കാര്യം പരിശോധിച്ചാൽ മതി. അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ BJP കൊടുത്ത പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു യമുന നദി ഞങ്ങൾ ക്ലീൻ ചെയ്യുമെന്നുള്ളത്. യമുന നന്നാക്കുമെന്ന് പറഞ്ഞ് കയറിയ ആം ആദ്മി പാർട്ടി യമുന നശിപ്പിച്ച് നാറാണക്കല്ലാക്കി അവസാനം ജനങ്ങളുടെ തലയിലേക്ക് തന്നെ ഒരു ഭീഷണി സ്വരം കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യം ചെയ്തു. ഹരിയാന സർക്കാർ യമുനയിൽ വലിയ തരത്തിൽ മാലിന്യം കലക്കി വിടുന്നു, ഇത് ദില്ലിയിലെ ജനങ്ങളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നമ്മൾ ചിന്തിക്കുക, അപ്പോൾ ഈ യമുന നന്നാക്കേണ്ട BJP സർക്കാർ അത് കൃത്യമായിട്ട് ആദ്യപടി തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കള്ളൻ, ഈ കള്ളനെ പൂർണ്ണമായിട്ടും ജനങ്ങൾ അടിച്ചോടിച്ചുകൊണ്ട് BJPയുടെ കയ്യിൽ ഈ ഒരു ഭരണമേൽപ്പിക്കുമ്പോൾ യമുന മാത്രം നന്നാക്കിയാൽ പോരാലോ, യമുനയുടെ തീരത്ത് യമുന നദി നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കുറെ കുടിയേറ്റക്കാർ, മറ്റ് രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കുടിയേറിയിരിക്കുന്ന കുറെ കുടിയേറ്റക്കാരൂടെയുണ്ട്. ഈ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്ത് അവരുടെ കോളനികൾ, യമുന തീരത്തടക്കമുള്ള കോളനികൾ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ യമുന ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ BJP സർക്കാരിനുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഈ ആളുകൾ ആരാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവർ മ്യാൻമറിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ള, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. ഈ റോഹിംഗ്യൻസിനെ സംബന്ധിച്ച് ഇവരെവിടെയാണോ ചെല്ലുന്നത് അവിടെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള, അത് അവിടുത്തെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവന്മാരെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി. പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് 3.5 കോടി ആളുകളുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. 3.5 കോടി ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോഴും 30 ലക്ഷം മ്യാൻമറിലെ ഈ റോഹിംഗ്യൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഘട്ടം ദില്ലിയിലെ BJP സർക്കാരിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇവന്മാരെ മുഴുവൻ ഒഴിപ്പിക്കുക, അത് ദില്ലിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കിയാൽ മതി. ഒരു സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട, അതിലൊരു മടിയും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഇവന്മാരുടെ കോളനികളെല്ലാം അടിച്ചു നിരത്തിക്കൊണ്ട് വൃത്തിയാക്കി വെടുപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ. ഇത് കാണുന്ന സമയത്ത് കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യാവകാശ പ്രവർത്തന സംഘടനയിൽ നിന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ തുർക്കിയിൽ നിന്ന് സാമ്പത്തികം വന്നത്. NIA കൊടുത്ത റിപ്പോർട്ടാണ് കോടതിയിൽ. നിസ്സാരമല്ല. ഇവർ ഇന്ത്യയിലെ PFIക്ക് മാത്രമല്ല, മരുന്നിനും മറ്റ് ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ISIS എന്ന് പറയുന്ന ആഗോള ഭീകരവാദ സംഘടനയുടെ ഇറാഖിലെയും സിറിയയിലും ലിബിയയിലെയും ലെബനിലേക്ക് ആളുകൾക്ക് പണം കൊടുത്തു എന്നുള്ളത് കൂടി ഇവർ പറയുന്നുണ്ട്, NIA തന്നെ പറയുന്നുണ്ട്. അപ്പോൾ NIA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ അഹോരാത്രം കരഞ്ഞു മോങ്ങിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾ റോഹിംഗ്യൻസിനായിട്ട് ഇവിടെ എത്ര കരഞ്ഞാലും, ബംഗ്ലാദേശികൾക്കായിട്ട് എത്ര കരഞ്ഞാലും ഒരു കാരണവശാലും ഈ ബംഗ്ലാദേശിലെയും റോഹിംഗ്യൻസിനെയും പൂർണ്ണമായിട്ടും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാതെ നരേന്ദ്രമോദി ആ സ്ഥാനം വിട്ട് അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതിൽ തർക്കമില്ല. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അഭയാർത്ഥികളെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇറക്കി വിടുന്നതിനായിട്ടുള്ള ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ നരേന്ദ്രമോദി സർക്കാർ മാറുകയാണ്. ഇത് കൃത്യമായിട്ട് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അനധികൃതമായിട്ട് കുടിയേറിയിരിക്കുന്ന അമേരിക്കയിൽ കയറി താമസിച്ചിട്ടുള്ള ആളുകളെ പുറത്താക്കുമെന്ന് ഇയാൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു. ട്രംപ് പറഞ്ഞു അത് അതുപോലെ തന്നെ ആൾ അധികാരത്തിലെത്തിയ സമയത്ത് ചെയ്തു. പല വിമാനങ്ങളിലായിട്ട്, സൈനിക വിമാനങ്ങളിലായിട്ട് ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ അതേ സ്ഥലങ്ങളിൽ കൈയും കാലും കൂച്ചുവിലം കിട്ടിയിട്ടാണ് ഇട്ട് പോയിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യം ഇവിടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കയ്യിലും കാലിലും വിലം കെട്ടുകൊണ്ട് ഓരോ രാജ്യത്ത് കൊണ്ടുപോയി ഇട്ട് പോരും. ഇത് തന്നെയുള്ളൂ. അത് ആ ഒരു പരിഗണന പോലും ഈ പറയുന്ന ബംഗ്ലാദേശികൾക്കും മ്യാൻമറിലെ ഈ പറയുന്ന റോഹിംഗ്യൻസിനും കൊടുക്കാനുള്ള താല്പര്യം ഇന്ത്യ സർക്കാരിനില്ല. ഇതിൽ എത്രത്തോളം ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചാലും ദില്ലിയിൽ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഇങ്ങനെ പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ വൃത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ ദില്ലി സർക്കാർ, BJP സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തർക്കമില്ല. അപ്പോൾ റോഹിംഗ്യൻസിനെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രയും നാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോയത് എന്തുകൊണ്ടാണ്? ഇവർക്ക് പതുക്കെ വൈകാതെ തന്നെ ഇവർക്ക് ഇന്ത്യയിൽ അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നു, റേഷൻ കാർഡ് കൊടുക്കുന്നു, അവർക്ക് ആധാർ കാർഡ് കൊടുക്കുന്നു. ഇതുവഴി അവർക്ക് വോട്ട് ചെയ്യാവുന്ന സംവിധാനം ആക്കി കൊടുക്കുന്നു. ഏതെങ്കിലും റോഹിംഗ്യൻ മുസ്ലിം BJP വോട്ട് ചെയ്യുമോ? ഇല്ല. അവർ ആർക്ക് വോട്ട് ചെയ്യും? അവർ ഈ പറയുന്ന
ദില്ലിയിൽ ആരാണ് അവരെ സഹായിച്ചിരിക്കുന്നത്, അവർ വോട്ട് ചെയ്യും. അതാരായിരിക്കാം? ആം ആദ്മി പാർട്ടി ആയിരിക്കാം. ആം ആദ്മി പാർട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവരുടെ നിയന്ത്രണത്തിലുള്ള പല പ്രദേശങ്ങളിലും അവരെന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു. ഇത് BJP സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന കാര്യമല്ല. ഇതേ നിലപാട് തന്നെ ബംഗാളിലും മമതാ ബാനർജി ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്പുറത്തെ വിഷയങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? ഒരേ ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിംസിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക. ഇവർ സംരക്ഷിക്കൊണ്ട് ഇവർക്ക് ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ് പോലെയുള്ള പല സംവിധാനങ്ങളും ഒരുക്കുന്നു. പല രീതിയിലും അവർക്ക് സ്വകാര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നു. അവർക്ക് വോട്ടർ പട്ടികയിൽ ഇവരെ പേര് വരുത്തുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്, രാജ്യത്ത് വലിയ തരത്തിൽ ഇവരുടെ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു വിഷയമുണ്ടാകുന്നു. ഇത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവർ പല സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായിട്ട് കുടിയേറുന്നു. കേരളത്തിൽ മാത്രം 2 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് 2 ലക്ഷം ബംഗ്ലാദേശികൾ, ഇത് ആരാണ്? ഇത് വെറുതെ പച്ചക്കള്ളമാണല്ലോ ഈ പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും തൊഴിലെടുക്കാൻ വന്നതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. ഇവിടെ 2 ലക്ഷത്തോളം ആളുകളുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ചില അറസ്റ്റുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. 27 പേരെ കൊച്ചിയിൽ നിന്നും അതോടെ കൊച്ചി മുനമ്പത്ത് താമസിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും തൃശ്ശൂരും ഇതേ പോലെ തന്നെ 3 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരുടെയൊക്കെ അന്വേഷണ പരിധിയിൽ ഇവർക്കൊക്കെ മറ്റുള്ളവരായിട്ടൊന്നും കൃത്യമായിട്ടുള്ള കണക്ഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. എല്ലാവരെയും എല്ലാ കാലവും ജയിലിൽ കയറ്റിയിട്ടുണ്ട് പോറ്റാനൊന്നും നമ്മുടെ രാജ്യത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഇവരെ സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ സുഡാപ്പികൾ പറയുന്ന പോലെ വലിയ GDP വളർച്ചയുള്ള ബംഗ്ലാദേശിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചയക്കാം എന്നുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യത്ത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത് ദില്ലിയിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. കേരളത്തിലെ ജിഹാദികളും സുഡാപ്പി കുട്ടന്മാരും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം ഓങ്ങിയാലും എത്രത്തോളം ഇവിടെ പ്രതിഷേധിച്ചാലും ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെ പോലും ഇവിടെ നിർത്തില്ല. അത് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഇരുന്ന് ചെയ്താലും വലിയ രീതിയിൽ തന്നെ പല സംസ്ഥാനങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് മാതാക്കി വിളിക്കുന്നത് പോലും അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞ് പ്രസ്താവിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കും ഒരേ ഒരു മറുപടിയെ BJPക്ക് കൊടുക്കാനുള്ളൂ. ഇത് കൃത്യമാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് ഒരു വിഷയത്തിലുമില്ല. നിങ്ങൾ എത്രത്തോളം ഓങ്ങിയാലും കരഞ്ഞാലും ജനങ്ങളുടെ മുന്നിലേക്ക് യാഥാർത്ഥ്യം എടുത്തു വെക്കും. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ യമുന ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ക്ലീൻ ചെയ്യും, അവരുടെ കോളനികൾ ക്ലീൻ ചെയ്യും. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കരയുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം ഇവിടെയുള്ള ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കും കപട മനുഷ്യാവകാശ സ്നേഹികൾക്കും ജിഹാദി ഗ്രൂപ്പുകളെ പിന്തുണക്കുന്ന ആളുകൾക്കും ഇതിൽ 1% പോലും ഇവർക്ക് ജനങ്ങളുടെ മുന്നിൽ നിന്നൊരു പിന്തുണയും കിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പട്ടിയുടെ വിലയും കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർക്ക് വേണ്ടി വലിയ രീതിയിൽ പിരിവെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടൊക്കെ നിന്ന സംഘടനയാണ് SDPI. അപ്പോൾ SDPIയുടെ ഒക്കെ ഒരു അവസ്ഥ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് കാണാം. അവരുടെ ദേശീയ അധ്യക്ഷനെ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് പോകേണ്ട ആളെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ പോക്ക് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. വെടിപ്പാക്കുക, ക്ലിയർ ചെയ്യുക, ഒരു സംശയമില്ല.